ഇന്ന് വാർഡ് 29 സ്ഥാനാർത്ഥിയുണ്ട്. കുറേ സ്ഥലങ്ങളിൽ പോയിട്ടോ. അപ്പോൾ ഞാനും കൂടെ പോയിനു. ആദ്യം പോയത് മൂപ്പര് CH സെൻറ്ററിൽ പോയി അവിടേക്ക് വേണ്ട സാധനങ്ങളെല്ലാം കൊടുത്തു. യൂസ് പാക്ക് ഉണ്ടായിരുന്നു അവിടെ. അയാളെ നേതൃത്വത്തിൽ സാധനങ്ങളെല്ലാം കൈമാറി കേട്ടോ. ഏതായാലും CH സെൻറ്ററിലൊക്കെ പോകുമ്പോഴാണ് നമുക്ക് ഓരോരോ കാര്യങ്ങൾ മനസ്സിലേക്ക് ഓർമ്മ വരിക. ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ ആർക്കും ചികിത്സ ഇല്ലാതിരിക്കട്ടെ, എല്ലാവരും പഠിച്ച റബ്ബ് കാക്കട്ടെ. ഈ ഫോട്ടോയിൽ കാണുന്നുണ്ടല്ലോ, അതാണ് CH സെൻറ്ററിൽ യൂസ് പാക്ക് കൈമാറി. അത് കഴിഞ്ഞതിന് ശേഷം വാർഡിൽ 35 വയസ്സായ സ്ത്രീകൾക്ക് പെൻഷന് വേണ്ടി അപേക്ഷ പൈത്തിരിപ്പറമ്പിൽ വെച്ച് നടക്കുന്നുണ്ട്. ഉച്ചക്ക് 1 മണി വരെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് സന്ദർശിച്ചു. അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ട് ഇങ്ങനെ പോന്നു. അപ്പോൾ 1 മണി വരെ ഉണ്ടാവുള്ളൂ എന്ന് എല്ലാവരോടും പറയാൻ പറഞ്ഞു. വാട്സാപ്പിൽ ഗ്രൂപ്പിലും ഒക്കെ ഫോർവേഡ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അധികാരത്തോട് ശ്രീ കരിങ്കാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊരി ഉത്സവമാണ്. ഉച്ചക്ക് സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൂപ്പർക്ക് തിരക്കായതുകൊണ്ട് വേറെ എന്തൊക്കെ അർജൻറ്റ് പോവാണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ പോയി സന്ദർശിച്ചു. സദ്യ കഴിക്കണ പന്തലിലെത്തി കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പോൾ അവിടുന്ന് ഒരു സുഹൃത്ത് വന്ന് കൈ ഓടിച്ചിട്ട് നേരെ ദേവസ്വം ബോർഡിൻ്റെ ഒരു ഓഫീസുണ്ട് അതിൻ്റെ ഉള്ളിൽ. അവിടെ പോയിട്ട് ദേവസ്വം ബോർഡ് കമ്മിറ്റി അംഗങ്ങളും മറ്റുള്ളവരൊക്കെ ആയിട്ട് വിശദമായി സംസാരിച്ചു. ഉച്ചയ്ക്ക് സദ്യ ഉണ്ട്, സദ്യ കഴിച്ചിട്ട് പോവാം, കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞ് സംസാരിച്ചു. അങ്ങനെ എല്ലാം ഇതായി. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും ഇത് വരണം. പിന്നെ അവരെ കുടുംബത്തിൽ 2 മരണങ്ങളുണ്ടായതുകൊണ്ട് പിന്നെ താല്പര്യക്ക് വലിയ ആഘോഷമൊന്നുമില്ല. വെടിക്കെട്ട് ഇതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്, ഉണ്ടാവില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ദേവസ്വം ബോർഡിൻ്റെ കീഴിലുമാണ്. പിന്നെ വലിയൊരു ഉത്സവമായിട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല. അവരുടെ മതാചാരപ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഉച്ചക്കത്തെ സദ്യ നാട്ടുകാർക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് അറിഞ്ഞു. ഏതായാലും ഇത്രയും സ്ഥലങ്ങളിൽ നിന്ന് വാർഡ് 29 സ്ഥാനാർത്ഥി സമദ് സീമാടൻ സന്ദർശനം നടത്തി. പിന്നീട് അദ്ദേഹത്തിന് വേറെ എവിടേക്ക് പോകാണ്ടായതുകൊണ്ട് അങ്ങനെ പോയി. ഏതായാലും വാർഡിൽ ഇനി സജീവമായിരിക്കും. വാർഡിൻ്റെ പ്രവർത്തനങ്ങൾക്കും വികസനത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹം മുന്നോട്ടുണ്ട്. ഓരോ വീഡിയോയിലും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.